എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ലീഹ നോമ്പ് ഇന്ന് വീടുകയാണ്. പരിശുദ്ധ പത്രോസ് സ്ലീഹന്മാരുടെ ഓർമ്മ സഭ ഇന്ന് കൊണ്ടാടുകയുമാണ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഒരു പ്രത്യേക ദൗത്യം ഫലമേൽപ്പിച്ച് അത് നിർവഹിക്കുവാൻ അയക്കപ്പെട്ടവൻ ആണ് അപ്പോസ്തലൻ. അവർക്ക് നൽകിയ പ്രത്യേക ദൗത്യം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം ഭൂമിശാസ്ത്രപരമായി ഭൂമിയിൽ ഇല്ല എങ്കിലും അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17:21. ഈ ഭൂമിയിൽ ദൈവം ഭരണകർത്താവായി വാഴുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ വസിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനസ്സുകൊണ്ട് അംഗീകരിക്കണമെങ്കിൽ മനസ്സിൽ ഒരു തീരുമാനവും അതിനനുസരിച്ചുള്ള ഒരു രൂപാന്തരവും ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രസംഗിച്ചപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ച് പറഞ്ഞത്. നമ്മളൊക്കെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും നടുവിലൂടെയുള്ള ഒരു ചെറിയ ഒറ്റയടി പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലേക്കും, മനസ്സ് കഠിനമാക്കി ക്രൂരതയിലും വാശിയിലുമാകുമ്പോൾ നരകത്തിലേക്കും നാം ഓരോ നിമിഷവും മാറി മറിഞ്ഞ് വീണും ഉരുണ്ടും സഞ്ചരിക്കുകയാണ്. ഇവിടെയാണ് അയക്കപ്പെട്ട സ്ലീഹന്മാരുടെ ദൗത്യവും അവരുടെ പിൻഗാമികളായി സഭയിൽ ഇന്നും തുടർന്നു വരുന്ന പൗരോഹിത്യ ദൗത്യവും പ്രസക്തം ആകുന്നത്. അതായത് സ്ഥിരമായി സ്വർഗത്തിലൂടെ സഞ്ചരിച്ച് സമാധാനവും സന്തോഷവും അനുഭവിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള വഴി കാണിച്ചു തരുന്ന ദൗത്യമാണ് അവരുടേത്. അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഇടയാകുമ്പോഴാണ് അവരുടെ പെരുന്നാളുകൾ അർത്ഥമുള്ളതായി തീരുന്നത്. അങ്ങനെ സ്ലീഹന്മാരുടെ പെരുന്നാളുകൾ അർത്ഥമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു എന്ന ഉറച്ച പ്രഖ്യാപനമാണ് പത്രോസ് സ്ലീഹായെ സ്ലീഹന്മാരുടെ തലവൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ കാരണമായത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുവാനും അവൻ ലോകരക്ഷകനായ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുവാനും ഒരാൾക്ക് കഴിയണമെങ്കിൽ അവൻ പിതാവാം ദൈവവുമായി അഭേദ്യ ബന്ധമുള്ളവൻ ആയിരിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന്. നീ പത്രോസ് ആകുന്നു, നീ ഏറ്റുപറഞ്ഞ ഈ വിശ്വാസം എന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഒരു പാതാള ശക്തിക്കും അതിനെ ജയിക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. ആ വിശ്വാസ സ്ഥിരതയിൽ അനേകായിരങ്ങളെ ഉറപ്പിക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കുവാനും തക്കവണ്ണം ഞാൻ ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു എന്നാണ് കർത്താവ് തുടർന്ന് പ്രഖ്യാപിച്ചത്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ലോകരക്ഷകനാണെന്നും ഉള്ള ഉറച്ച വിശ്വാസമാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒന്നാമത്തെ യോഗ്യതയും ആദ്യത്തെ പടിയും. അതാണ് പത്രോസ് സ്ലീഹ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അത് ബോധ്യപ്പെടുത്തി തന്ന സ്ലീഹായാണ് വിശുദ്ധ പത്രോസ്. പൗലോസ് സ്ലീഹ ആദിമസഭയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തവരിൽ അഗ്രഗണ്യനായിരുന്നു. എങ്കിലും പിൽക്കാലത്ത് സഭയെ വളരെയേറെ വളർത്തുകയും സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമിടുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പൗലോസ് സ്ലീഹ. വളരെ പെട്ടെന്ന് സ്ലീഹന്മാർക്ക് സമശീർഷനായി ഉയരുകയും പത്രോസിനോടൊപ്പം തുല്യസ്ഥാനിയായി വളരുകയും ചെയ്തു പരിശുദ്ധനായ പൗലോസ് സ്ലീഹ. പൗലോസ് സ്ലീഹയുടെ ലേഖനം മുഴുവൻ മനോഹരമായ ദൈവിക സന്ദേശങ്ങളുടെ മണിമുത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന അക്ഷയ ഖനിയാണ്. സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെയും ക്രിസ്തു ശാസ്ത്രത്തിൻ്റെയും എല്ലാം അടിത്തറ ഇട്ടത് പൗലോസ് സ്ലീഹയാണ്. അദ്ദേഹം വിജാതിരുടെ ഇടയിലേക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി ധാരാളം യാത്ര ചെയ്തു. പരിശുദ്ധ പൗലോസ് സ്ലീഹായുടെ ഹൃദയസ്പർശിയായ ഒരു സന്ദേശം എടുത്തു പറയുവാൻ ആവശ്യപ്പെട്ടാൽ പറയുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം ഉദ്ധരിക്കട്ടെ. 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങൾ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു പൗലോസ് സ്ലീഹായുടെ ജീവിത ദർശനം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഓടിയതെല്ലാം. അത് നേടിയെടുക്കുവാൻ യേശുവിൻ്റെ മരണം എല്ലായ്പ്പോഴും ശരീരത്തിൽ വഹിക്കുവാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു. എത്ര ത്യാഗപൂർണമായ ജീവിതം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള സന്നദ്ധതയാണ് ഈ വാചകത്തിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
പത്രോസ് എന്ന വാക്കിന് പാറ എന്ന് ആണ് അർത്ഥം. പൗലോസ് എന്ന വാക്കിന് വിനയമുള്ളവൻ എന്നുമാണ് അർത്ഥം. തീരുമാനങ്ങളിൽ പാറയുടെ ഉറപ്പും സ്വഭാവത്തിൽ ശ്രേഷ്ഠമായ വിനയവും ഒത്തുചേരുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി സ്വർഗരാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയും പൗരനുമായി തീരുന്നത്. പത്രോസ്, പൗലോസ് സ്ലീഹന്മാരുടെ പേരുകൾ ഒന്നിച്ച് ചേർത്താണ് എപ്പോഴും നാം പറയുന്നത്. ദേവാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഇവരുടെ സംയുക്ത പേരിലാണ് ദേവാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. പെരുന്നാളുകൾ വരുമ്പോൾ ഇവരുടെ സംയുക്ത പേരിലാണ് പെരുന്നാളുകൾ ആചരിക്കുന്നത്. പത്രോസ്, പൗലോസ് സ്ലീഹന്മാരുടെ സവിശേഷതകൾ നമ്മിലും സംയുക്തമായി നിറഞ്ഞു വരുവാൻ ഇടയാകണം എന്നതാണ് അതിൻ്റെ സൂചന. ആ രീതിയിൽ ഈ രണ്ട് സ്ലീഹന്മാരുടെയും സ്വഭാവ സവിശേഷതകൾ നമ്മിൽ നിറഞ്ഞു വരുവാൻ ഇടയാകട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.